മേഘ, കഴിഞ്ഞ ദിവസം നമ്മുടെ എം.വി. ജയരാജൻ വിമതരായ ടി.കെ. ഗോവിന്ദനെയും വി. കുഞ്ഞികൃഷ്ണനെയും തെറ്റിദ്ധരുത്തി വന്നാൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കാമെന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെ പഞ്ചപുച്ഛ മടക്കി തിരിച്ചെത്താതെ കാല് മടക്കി തിരിച്ചാട്ടിയിരുന്നു ഇരുവരും, അതായത് വി. കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും. ഇപ്പോൾ ഇതാ സ്വന്തം പാർട്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു നേതൃയോഗത്തിൽ ഈ എം.വി. ജയരാജന് അവരെ സ്വീകരിക്കാൻ പോയതിനുള്ള ട്രോഫി കിട്ടിയിരിക്കുകയാണ്. പാപം ജയരാജൻ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എവർ റോളിംഗ് ട്രോഫി ആണെന്നാണ് അറിഞ്ഞത്. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ എന്നുള്ള ലെവലിൽ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും തരണോ എന്നായിരിക്കും ചോദിച്ചത്. ഈ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ വിമർശിച്ച് ശാസന അതിനൊക്കെ ശേഷം ഉണ്ടാകുന്നത് യാചനയാണ്. ഒന്നും മിണ്ടാതിരിക്കുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും പറഞ്ഞത്. എന്തായാലും ടി.കെ. ഗോവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല ജി സുധാകരനും കണക്കിന് കൊടുത്താണ് ഇരുത്തിയിരിക്കുന്ന എല്ലാവരെയും. പറഞ്ഞത് എന്തായിരുന്നു? തെറ്റുതിരുത്തിയാൽ തിരിച്ചു വരാം. അപ്പൊ പാർട്ടി ചോദിച്ചു തെറ്റുതിരുത്തി തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നീ ഏതാണ്? സ്വാഭാവികം, ആരെയും തെറ്റ് പറയാൻ പറ്റില്ല. പാർട്ടിയെ ഇത്രയും വലിയ തോൽവിയിലോട്ട് എത്തിച്ചു. അതുപോലെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ചെയ്യാതിരുന്നോ? അതുമില്ല. ധാർഷ്ട്യം കാണിച്ചുള്ള വോട്ടും പോയി. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ ഒരു മാതൃക എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിണറായി മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം വാ തുറന്ന പണിയാണ്, മിണ്ടാതിരിക്കാതെ നല്ലത്. എന്തായാലും സി പി എമ്മിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈനാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് ഇതൊക്കെയാണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത് തിരുത്താൻ തയ്യാറാണല്ലോ. അതായത് നമ്മുടെ സി പി എം പോലൊരു പാർട്ടിക്ക് സ്വയം വിമർശനം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിനെ പഞ്ചപുച്ഛം അടക്കി അല്ലെങ്കിൽ അതിനെ എന്താ പറയുക എല്ലാ വില കൊടുത്തും അതിനെ സ്വീകരിക്കുക എന്നുള്ളൊരു നയമായിരുന്നു ഇതിനു മുമ്പ്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു സംഘടന, ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ അപ്പനും ആ ഒരു ട്രസ്റ്റിൽ നിന്ന് എനിക്ക് സി പി എം പുറത്തു വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ എം വി ജയരാജൻ ഈ പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എം വി ജയരാജന് കിട്ടാനുള്ളത് കിട്ടിയത്. അതെ, ശരിക്കും അത് ഉണ്ടാകണം. ഇപ്പോൾ സി പി എം എന്ന പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വി ഡി സതീശനും പറഞ്ഞല്ലോ, എല്ലാം നിലനിൽക്കണം. സി പി എം എന്ന പാർട്ടി നശിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അത് നശിച്ചു പോകണമെന്ന് മറ്റു പാർട്ടിക്കാരല്ല ആഗ്രഹിക്കുന്നത്. സി പി എം തന്നെയാണ് സ്വയം നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം കൊണ്ടെത്തിച്ചു നിന്നത്. അപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയരായി മുന്നോട്ട് വരണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കോക്കസ് ഗ്രൂപ്പ് എടുക്കുന്നു, അത് താഴെത്തട്ടിലുള്ള എല്ലാവരും അനുസരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എം വി ജയരാജൻ പറയുകയാണ് തെറ്റിതിരുത്തിയാൽ തിരിച്ചു വരും. എം വി ഗോവിന്ദനും പറയുന്നു തെറ്റിതിരുത്തിയാൽ തിരിച്ചു വരും. ഇതായിരുന്നു പാർട്ടിയുടെ പണ്ടത്തെ രീതി എന്ന് പറയുന്നത്. ഒരാൾ തീരുമാനമെടുക്കുന്നു, അത് പിണറായി വിജയനോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനോ ആകാം. തീരുമാനമെടുക്കുന്നു, ആ തീരുമാനത്തിനൊപ്പം താളം തുള്ളുന്ന കുറെ പ്രവർത്തകർ, ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അത് നടക്കില്ല. ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. കോൺഗ്രസിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളിലെ ജനാധിപത്യമാണ്. കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തല്ലെന്ന് പറയുന്നതും ആ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഒരു രാജ്യത്ത് ഏതൊരു പൗരനും അല്ലെങ്കിൽ മറ്റൊരാൾ നൽകേണ്ടതല്ല ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ഒരു സി പി എം എന്നുള്ള ഒരു പാർട്ടിയിൽ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ തമ്പ്ര എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു പാവപ്പെട്ട സഹാക്കൾക്ക്. കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ അവർ തമ്മിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഒരു ആശയങ്ങൾ മുന്നോട്ട് വെച്ച് അത് ചർച്ച ചെയ്യുന്നതിനിടെ ഇതുപോലെ ഒരു സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അഭിപ്രായം പറയാൻ കഴിയണം എല്ലാ നേതാക്കൾക്കും. അത് ഈ ഇവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ മുതിർന്നത് അയാൾ മുതിർന്നത്, കണ്ണൂർ ലോബി, കൊല്ലം ലോബി അല്ലെങ്കിൽ കോക്കസ് ഗ്രൂപ്പിനുള്ളത് ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മെയിൻ ടീമിൽ നിന്നല്ലാതെ അഭിപ്രായങ്ങൾ ആരായാൻ കഴിയണം. ഇപ്പൊ നമ്മളൊരു ഓഫീസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എഡിറ്റോറിയൽ ടീമുണ്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ ഏറ്റവും ജൂനിയർ ആയുള്ള സബ് എഡിറ്ററിന്റെ മനസ്സിലായിരിക്കും നല്ലൊരു ആശയം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ജനാധിപത്യപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്കതിലൊരു ഐഡിയ ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ പോയാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടാകും. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ബ്യൂട്ടി. ഇത് നിങ്ങൾ കോൺഗ്രസിനെ സി പി എം കണ്ടുപഠിക്കണം. ഈ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ആശയമൊന്നും അടിച്ചുകൊണ്ട് പോകരുത്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ടു പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ
ഈ പറയുന്ന പോലെ പിണറായി വിജയൻ മിണ്ടാതിരുന്നതും അദ്ദേഹത്തിന് പറയാൻ വോയിസ് ഇല്ല എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഞാൻ കരുതി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന ആ സമയത്ത് പിണറായി വിജയനെതിരെ കേരളമൊട്ടാകെ ഉണ്ടായ ഹെയ്റ്റ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. പക്ഷെ ആ ED റെയ്ഡ് വീട്ടിൽ നടന്നതിന്റെ അന്ന് അദ്ദേഹത്തിന്റെ മൈലേജ് അങ്ങോട്ട് മാറുകയാണ്. അദ്ദേഹത്തിന് ഒരു താരപരിവേഷം ലഭിക്കുന്നു, കേന്ദ്രം വേട്ടയാടുന്ന ഒരു മുൻ മുഖ്യമന്ത്രി എന്നുള്ളൊരു പട്ടം ലഭിക്കുന്നു, അദ്ദേഹത്തെ സംരക്ഷിക്കാനായി പാർട്ടി പ്രവർത്തകർ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു, വലിയൊരു വളയം സൃഷ്ടിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ തോട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഹെയ്റ്റ് എല്ലാം ഡിസോൾവ് ആയി പോയോ എന്ന് തോന്നിപ്പോവുകയായിരുന്നു. പക്ഷേ അതെങ്ങും പോയിട്ടില്ല. അതിലൊരു എന്താ പറയുക, ഇന്റൻസിറ്റിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാവർക്കും ഈ പറഞ്ഞ പ്രതിഷേധവും അദ്ദേഹത്തിനോടുള്ള ബുദ്ധിമുട്ടും എല്ലാം തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം തന്നെയാണ് ഇവരുടെ വലിയ പരാജയത്തിന് വലിയൊരു കാരണമായിട്ടുള്ളത്. അത് എത്ര അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ MV ഗോവിന്ദന്റെ കാര്യമോ, അദ്ദേഹത്തിന്റെയും ധാർഷ്ട്യം വളരെ മോശമായിരുന്നു. അത് മോശം ഇമ്പാക്ട് തന്നെയാണ് സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. CPM വോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഇത് തന്നെയായിരുന്നു, അതെ, ധാർഷ്ട്യമായിരുന്നു. അത് നമ്മൾ ഈ പാർട്ടി പ്രവർത്തകരോട് പോലും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഞങ്ങൾ പാർട്ടിക്കൊപ്പം നിന്നതുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ്. പക്ഷെ ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ജനപക്ഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജനപക്ഷമായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുകയാണ്. അപ്പോൾ പലയിടത്തായി പലപ്പോഴായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മേഘ, ഈ തിരുത്തലുകൾ വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമത്തെ LDF സർക്കാർ വരരുത് എന്ന് പറഞ്ഞിട്ടുള്ള പലരെയും ഈ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ നേരിട്ടോ ഇവർ പരസ്യമായും രൂക്ഷമായും വിമർശിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ സച്ചിമാഷ്. അദ്ദേഹം പറയുകയുണ്ടായി, അതായത് ഇനി ഒരു LDF സർക്കാർ ഒരു വരരുത്, അല്ലെങ്കിൽ ഈ ഒരു തുടർ ഭരണത്തിന് ഒരു തുടർച്ച ഉണ്ടാവരുത്, ഈ ഒരു ഭരണം മറ്റൊരു മുന്നണി ഭരിക്കട്ടെ, ഇത് കേരളത്തില് മറ്റൊരു ആശയമാണ് വരുന്നതെങ്കിൽ അത് നല്ലതല്ലേ എന്നെല്ലാം പറയുമ്പോഴും ഈ പുരോഗമനവാദികളായ ഒരുപാട് ബുദ്ധിജീവികൾ അദ്ദേഹത്തിനെതിരെ ഈ ഒരു സടകുടൻ എണീറ്റു. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ഈ ഒരു പാർട്ടി ഈ ഒരു കേരളത്തിൽ തുടർ ഭരണത്തിൽ വരരുത് എന്ന് ഉള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുള്ളൂ. അതെ, ഇപ്പോൾ ഞാൻ തുടർ ഭരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമ്മൾ പണ്ട് ചെറുതിലെ മുതൽ ഈ ഇലക്ഷനുകൾ കണ്ടു വരികയാണ്. എപ്പോഴും ഒരു തവണ LDF പിരിക്കും, UDF വരും, LDF വരും, UDF വരും. ഇതായിരുന്നു അതിന്റെ ആ ഒരു താളം എന്ന് പറയുന്നത്. ഏതൊരു മുന്നണിയാണെങ്കിലും രണ്ടാമതൊരു തുടർ ഭരണം കിട്ടിയാൽ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും. ഓക്കെ, ഇവർ ഞങ്ങളെ തിരഞ്ഞെടുത്തു, ഇനിയും തിരഞ്ഞെടുക്കും, മറ്റേ മുന്നണി നശിച്ചു, അവരിനി തിരിച്ചു വരില്ല, അവരിനി അങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് അങ്ങനെ അങ്ങ് ഇരുന്നോളും, നമുക്കിനി എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നൊരു ലൈസൻസ് ആകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇടതുപക്ഷമെന്നല്ല, ഏതൊരു മുന്നണി അധികാരത്തിൽ വന്ന് തുടർ ഭരണം ലഭിച്ചാലും ഇങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോട്ട്. ചിലപ്പോൾ മാറ്റമുണ്ടാകാം, ഇനി അടുത്ത തവണ UDF അധികാരത്തിൽ വന്ന് ഇതിന് മാറ്റമുണ്ടെങ്കിൽ ഗുഡ്. പക്ഷെ ഇതിനൊരു ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരണം. എന്തായാലും ഞങ്ങൾ വിമർശനങ്ങൾക്ക് അതീതരല്ല, ഞങ്ങളെ ഓപ്പോസ് ചെയ്യാൻ ഒരു ശക്തിയും ഇല്ല എന്ന് ചിന്തിക്കരുത്. കാരണം ഇവിടെ 3 മുന്നണികൾ ഈക്വലായിട്ട് പോരാടുന്ന ഒരു മണ്ണ് കൂടിയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകണം. LDFന് സംഭവിച്ച പതനത്തിന്റെ കാരണം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളെ ആർക്കും തകർക്കാനാവില്ല. UDF എങ്ങനെ ജയിക്കാനാണ്, അവർ തമ്മി തല്ലിയിട്ട് എങ്ങനെ ഈ കസേരയിൽ വന്ന് ഇരിക്കാനാണെന്ന് UDFനെ എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ അന്ന് തുടങ്ങിയതാണ് LDFന്റെ പതനം എന്ന് പറയുന്നത്. 102 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വന്നതിൽ പകുതി പങ്കും LDFനുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് മാത്രമാണ് 102 സീറ്റ് കിട്ടിയതെന്നല്ല, നല്ല അടിപൊളി ഗ്രൗണ്ട് ലെവൽ വർക്ക് നടത്തിയതുകൊണ്ടാണ് UDF അധികാരത്തിൽ വന്നത്. അത് ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നുള്ളതിന്റെ കൃത്യമായ സ്ട്രാറ്റജി അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവരത് നേടി. ഇനി LDF അല്ലെങ്കിൽ CPM ചെയ്യേണ്ടത്, എനിക്കൊന്നും CPIയിൽ വലിയ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. CPM രക്ഷപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. അത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് ആയിക്കോട്ടെ, MV ഗോവിന്ദൻ മാഷ് ആയിക്കോട്ടെ, നമ്മുടെ M സ്വരാജ് ആയിക്കോട്ടെ, ആര് തന്നെ ആയാലും ഈ രീതികൾക്കൊരു മാറ്റം ഉണ്ടാകണം. ഈ പല ജില്ലാ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങുകളിലും ഒരു വിമർശനം ഉണ്ടായത് നിങ്ങൾ സാധാരണക്കാരുടെ ഭാഷയിലല്ല സംസാരിക്കുന്നതെന്നാണ്. ഇപ്പോൾ കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആഷിക്കിന് മനസ്സിലാകാതിരിക്കാം. അത് എൻ്റെ ഭാഷയുടെ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാകാത്ത രീതിയിൽ വളച്ച് തിരിച്ച് ഒടിച്ച് പറഞ്ഞാൽ ഒരിക്കലും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാകില്ല. ഒന്നുകിൽ അപ്പുറത്തിരിക്കുന്ന ആളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് തോന്നിപ്പിക്കാനായിരിക്കാം. ഇത് തന്നെയാണ് CPMന്റെ ഉള്ളിലെ പ്രശ്നം എന്ന് പറയുന്നത്. എല്ലാ കാലങ്ങളിലും ഇതിനൊരു മാറ്റം ഉണ്ടാകണം.
നിങ്ങൾ ജനപക്ഷ പാർട്ടി എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനല്ലേ ഇരിക്കുന്നത്. അതെ, ഇടതുപക്ഷം എന്നാൽ ഹൃദയപക്ഷം അങ്ങനെയാണ് പറയുന്നത്. ടാഗ് ലൈൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇവർക്കൊരു നിഘണ്ടുവും കൂടെ ഉണ്ടാക്കി കൊടുക്കണം സഖാക്കൾക്ക്. ആ നിഘണ്ടു നോക്കി പഠിച്ച് മലയാളത്തിൽ പറ എന്റെ പൊന്ന് സാറേ എന്ന് ഇവരോട് പറയണം. എന്നാലേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുള്ളൂ.